സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? പ്രസ്താവനകൾ തന്നിരിക്കുന്നു. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 2, 3, 4 2, 3, 4 എന്നിവ ശരിയാണ്. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത്. നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 1922. ബർദോളി സത്യാഗ്രഹം 1928. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാന്റെ ചൈന ആക്രമണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച കാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 4ഉം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നു കാൺപൂർ, നാനാ സാഹിബ്, ആറാ ഡാഷ്, ഡൽഹി, ബഹദൂർ ഷാ, ബറോഡ് ഡാഷ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കാൺപൂരിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയത്. ആറയില് കൻവർ സിംഗ് ആണ്. ബറോട്ടില് ഷാമലാണ് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? തന്നിരിക്കുന്നു 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. തെറ്റായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം തെറ്റായിട്ടുള്ളതാണ്. 1ഉം 3ഉം.
ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ശരിയാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. അടുത്ത ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തിമണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ടാണ്. ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാന ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് നദിയിലാണ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4. 1, 2, 4. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തത് തന്നിരിക്കുന്നു. ലോക വ്യാപാര സംഘടന ജനീവ, ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ്. ഓപ്ഷൻ ഡി ആണ് യോജിക്കാത്ത പ്രസ്താവന. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്, ഫിലിപ്പൈൻസ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4. 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ച് ആണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ കേരളത്തിലെ? കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. നവകേരള സദസ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും.
ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? കർത്തവ്യപഥ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തന്നിരിക്കുന്നു: കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 3 തെറ്റാണ്. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ആദിത്യ L1. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 3ൽ 1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി ആണ്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. CO2, CFCs, N2O ആൻഡ് CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ശബ്ദത്തിന് തന്നിരിക്കുന്നു: വായു, സമുദ്രജലം, അലൂമിനിയം, ഹീലിയം. ഓപ്ഷൻ സി ആണ് അലൂമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. ധ്രുവം. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3.
ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഇൽമനൈറ്റ്. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? പി. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 7. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത് ചന്ദ്രിക രചിച്ചത്? പരവൂർ കേശവൻ ആശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ എഴുതിയത്? വി. ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത്? റോജിൻ തോമസ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്തൂപിക സംഖ്യകൾ. 52 ഓപ്ഷൻ ഡി 104. 53 ഓപ്ഷൻ ബി 15 ദിവസം. 54 ഓപ്ഷൻ ബി 4. 55 ഓപ്ഷൻ ഡി 8.5. 56 ഓപ്ഷൻ എ ആണ്, 34.98. 57 ഓപ്ഷൻ സി 2√2π. 58 ഓപ്ഷൻ എ. 59 ഓപ്ഷൻ ബി ആണ്, അളിയൻ. 60 ഓപ്ഷൻ സി 87. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ഓപ്ഷൻ എ could have met him. Identify the correctly spelled word from the following. Option C colleague. COLLEAGUE. Fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. Called off. Use the correct tense form. He usually dashed to office by bus. Goes. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. Is. Which among the following is an adjective? Option B mundane. Change into passive voice. Sometime someone has asked John to make a speech at the meeting. Option C ആണ് ഉത്തരം. John has been asked to make a speech at the meeting by someone. Pick out the word from the options which means to swear falsely. Option A perjure. Choose the appropriate question tag. Let's go for a movie. Shall we? Which among the following is a synonym of the word pencil? Option A contemplative. ഇനി വരുന്നത് മലയാളം ചോദ്യമാണ്. ശരിയായ രൂപം ഏത്? കൈയെഴുത്ത്. ഓപ്ഷൻ എ ആണ്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല്ല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഏണം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ചാകുന്നു.
ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം കുപ്രസിദ്ധം. ഇനി വരുന്നത് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം. വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പിവെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ഓപ്ഷൻ ബി, കുറ്റകരമായ നരഹത്യ. വാക്യം 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. മേൽ പറഞ്ഞ വാക്യങ്ങൾ 1 and 2 ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തികളാണ് കുറ്റകരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻസ് എ, ബി ആൻഡ് സി. ഇത് മൂന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ്. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്. വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1 and 2 ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫോർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ഓപ്ഷൻ സി, സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നൈസബിൾ കുറ്റം എന്നാണ്. പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. മജിസ്ട്രേറ്റ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടുപോയ ആളുടെ ഡയറി സ്വീകരണം എന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? സെക്ഷൻ 32 ആണ്. വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വാക്യം 2 മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. ഓപ്ഷൻ ഡി ആണ്.
കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. സർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഓപ്ഷൻസ് എ ആൻഡ് ബി. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗികാതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി 16. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെഷൻ 67A. അവസാനത്തെ ചോദ്യം, മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തതിൽ ഏത്? സെക്ഷൻ 43 ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.